ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, കുറവായിരുന്നു. അപ്പോൾ ഈ ഐഷൂസ് ഡയറി എന്ന് പറഞ്ഞ എൻ്റെ കുഞ്ഞു ചാനലിനകത്തെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമുക്ക് നൈറ്റിൽ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ, അതായത് ഒരുപാടൊന്നുമില്ല, വളരെ ലിമിറ്റഡ് പ്രോഡക്ട്സ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. അതായത് എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നിൽ ഞാൻ എന്തൊക്കെ പ്രോഡക്ട്സാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്, അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ, അതായത് എൻ്റെ സ്കിന്നിന് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു കേട്ടോ. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ചൊറിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് ആകെ ഇതായിപ്പോയായിരുന്നു സ്കിന്ന് ഫുള്ളും. അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോഴത്തേന് എന്നോട് പറഞ്ഞായിരുന്നു, നിലവിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഡോക്ടർ സജസ്റ്റ് ചെയ്ത പ്രോഡക്റ്റാണ് ഞാൻ സൺസ്ക്രീനും അതുപോലെ ക്ലെൻസറായിട്ടും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും എല്ലാം ഡോക്ടർ സജസ്റ്റ് ചെയ്താണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്കിപ്പം നാച്ചുറൽ ആയിട്ടുള്ളതൊന്നും തേക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. എനിക്ക് മുമ്പ് ചാനൽസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഞാൻ നേരത്തെയൊക്കെ ഒരുപാട് DIYസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസിൽ എനിക്കതൊന്നും പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആണല്ലോ. കാരണം പെട്ടെന്ന് നമ്മുടെ സ്കിൻ ചേഞ്ച് ആവുന്നില്ല. എൻ്റെ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നായിരുന്നു, ഇപ്പോഴാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്ന്. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നുകാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഇറിറ്റേഷൻ വരും. എനിക്കാണ് മെയിനായിട്ട് നമുക്ക് ഈ ഭസ്മം അല്ലെങ്കിൽ സിന്ദൂരവും ചന്ദനമൊക്കെ നമുക്ക് അരച്ച് തന്നെ കുഴപ്പമില്ല, ബാക്കിയൊന്നും എനിക്ക് ഒന്നും പറ്റത്തില്ല. സോപ്പ് അങ്ങനത്തെ ഒന്നും ഇപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം, മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും പറ്റത്തില്ല. അതായത് അതൊക്കെ അപ്ലൈ ചെയ്താൽ അപ്പം പണി കിട്ടും. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. നേരത്തെ ഇങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഡ്രൈ മാറിയിട്ട് ഇപ്പം സെൻസിറ്റീവായി. അപ്പം അതിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പക്ഷേ എനിക്കറിയാവുന്ന കുട്ടി കുട്ടി റെമഡീസ് ഞാൻ ഷെയർ ചെയ്യാവേ. കാരണം എന്താണെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് സ്കിൻ ഗ്ലോ ചെയ്യുന്ന ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ നൈറ്റിൽ സ്കിൻ കെയറിന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫേസ് വാഷ് ചെയ്യണം. അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ സെൻസിറ്റീവാണ് എൻ്റെ സ്കിൻ. അപ്പം ഞാൻ എപ്പോഴും ഒന്നും അങ്ങനെ ഫേസ് വാഷ് ചെയ്യാറില്ല. കാരണം മോർണിംഗ് മാത്രമേ ക്ലെൻസർ യൂസ് ചെയ്ത് വാഷ് ചെയ്യത്തുള്ളൂ. ഇപ്പം നൈറ്റ് അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്, അപ്പോഴത്തേനും ഫേസ് വാഷ് ചെയ്യേണ്ട കാര്യമില്ല വീണ്ടും രാത്രിയിൽ. കാരണം വൈകുന്നേരമാണ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പോൾ വീണ്ടും ഇനി ചെയ്യേണ്ട കാര്യമില്ല, ഓവറായാലും പണി കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ക്ലെൻസർ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിന്നിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എപ്പോഴും നമ്മൾ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ടൈമാണ്. അപ്പം ഫസ്റ്റ് ഞാനിപ്പോൾ ചെയ്യുന്ന വളരെ സിമ്പിളാണ് കേട്ടോ. എൻ്റെ നൈറ്റിലെ സ്കിൻ കെയർ എന്ന് പറയുന്നത് കേട്ടോ. സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ വളരെ സിമ്പിൾ. അപ്പോൾ കാണാം. അപ്പോൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതാട്ടോ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. ഇത് അക്വാസോഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. ഇത് ഞാൻ സ്കിൻ ജീനിയസ് ഒരു ക്ലിനിക്കിൽ പോയപ്പോഴത്തേന് അവിടുത്തെ ഡോക്ടർ എനിക്ക് തന്നതാണ്. അവരുടെ ഫാർമസിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ച. ഇപ്പോൾ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ജസ്റ്റ് എടുക്കുക കേട്ടോ, അത്യാവശ്യം എടുക്കുക, വേണ്ടത്ര ഇതാട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏത് സ്കിന്നാവട്ടെ, ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, ഏത് സ്കിന്നാണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്യണം കേട്ടോ. സ്കിൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണം. ഞാൻ പിന്നെ വെള്ളം കൂടി വളരെ കുറവാട്ടോ. വെള്ളമൊന്നും അധികം കുടിക്കാത്തത് കൊണ്ടാണ് എൻ്റെ സ്കിന്നിന് പണി കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ സ്കിന്നിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ. കാരണം വെള്ളം നമ്മൾ നന്നായിട്ട് കുടിച്ചാൽ മാത്രമേ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പം വെള്ളം നന്നായിട്ട് നിങ്ങൾ കുടിക്കണം. കാരണം എനിക്ക് ഡെലിവറി ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ കുട്ടിക്കൊരു 8 മന്തൊക്കെയായി. അതിന് ശേഷമാണ് ഇപ്പം വീഡിയോസൊക്കെ കൂടുതലും ചെയ്യുന്നത്. മുമ്പൊക്കെ ചാനൽസ് ഉണ്ടായിരുന്നു കേട്ടോ.
പക്ഷെ അതൊന്നും അത്ര വർക്കായിട്ടില്ല. പിന്നെ ഈ തിരക്കുകളൊക്കെ കാരണം അതൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. തിരക്കെന്ന് പറഞ്ഞാൽ കുട്ടീനെ മാനേജ് ചെയ്യുകയും വീഡിയോസ് ഒക്കെ ചെയ്യുകയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. പിന്നെ എൻ്റെ പേര് ഒന്നുകൂടെ ഞാൻ പറയാം. എൻ്റെ പേര് ഐശ്വര്യ എന്ന് കേട്ടോ. വീട് കോട്ടയം. നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം അത്യാവശ്യം നീണ്ട ഒരു ഉറക്കത്തിനൊക്കെ ശേഷമാണല്ലോ നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പം നമുക്ക് ഫേസൊക്കെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. ഡ്രൈ ഒന്നും ആക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ രാത്രിയിലാണ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് രാത്രി നമ്മൾ ഒരുപാട് നേരം കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പം അത്രയും നേരം നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെച്ചില്ലെങ്കിൽ നല്ലതായിട്ട് ഡ്രൈ ആവും. ഞാനത് അപ്ലൈ ചെയ്തു കേട്ടോ, നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് ഡോക്ടർ ഒരു ക്രീം തന്നിട്ടുണ്ടേ. ഇതുണ്ടോ, ഇതാണ് കേട്ടോ. അപ്പം ഇത് അപ്ലൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ഒന്നുമല്ല, ചിലപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈനെസ് ഒക്കെ തോന്നുവാണെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പം ജസ്റ്റ് ഞാനത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാട്ടോ, കാണാവോ? അപ്പോൾ എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ക്രീമൊന്നും അങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ മോയ്സ്ചറൈസർ മാത്രമേ ഞാൻ രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ലിപ് ബാം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ അങ്ങനെ ലിപ് ബാം ചിലപ്പോൾ ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. വലിയ നിർബന്ധമൊന്നുമില്ല. അവരവരുടെ സ്കിൻ അല്ലെങ്കിൽ ലിപ്പൊക്കെ ഡ്രൈ ആവുകയാണെങ്കിൽ അപ്ലൈ ചെയ്യും. അത് ഞാൻ സാധാ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. വലിയ കാര്യമായിട്ട് ബ്രാൻഡഡ് ഒന്നുമല്ല, സാധാ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് ഓയിൽ സ്കിൻ ആവാം, ചിലർക്ക് ഡ്രൈ സ്കിൻ ആവാം, ചിലർക്ക് സെൻസിറ്റീവ് സ്കിൻ ആവാം. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നമ്മൾ സ്കിൻ കെയർ ചെയ്യാനായിട്ട്. മെയിനായിട്ടും ഞാൻ നൈറ്റിൽ എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ മോയ്സ്ചറൈസർ മാത്രമേ ഉള്ളൂ സത്യം പറയുകയാണെങ്കിൽ. മറ്റേ ക്രീം വല്ലപ്പോഴൊക്കെ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം ഇത്രയുള്ളൊരു കുട്ടി സ്കിൻ കെയറാണ് നൈറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കണം കേട്ടോ, ഞാൻ നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നു, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ക്രീമുകൾ, നൈറ്റ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് പേര് പല ടൈപ്പുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് പ്രോഡക്ട്സിൻ്റെയൊക്കെ. പക്ഷേ നമ്മളെല്ലാം ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ച് വാങ്ങാതെ നമുക്ക് വേണ്ടത് മാത്രം, നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ വാങ്ങാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ കുറേ നാളിന് ശേഷം നമുക്ക് പണി കിട്ടും. അതിപ്പം എന്തുവാട്ടെ, മേക്കപ്പ് പ്രോഡക്ട്സ് ആണെങ്കിൽ പോലും നമുക്ക് ഫൗണ്ടേഷന്, കൺസീലർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അത് നല്ലത് കുറേ ഡെയിലി ഒന്ന് യൂസ് ചെയ്യണം ഞാൻ ഒന്നും പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഫൗണ്ടേഷനൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് എട്ടിൻ്റെ പണി കിട്ടും. കാരണം എനിക്ക് അതൊക്കെ ആയിരിക്കും. കാരണം ഞാൻ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും എൻ്റെ സ്കിൻ ടൈപ്പ് നോർമൽ സ്കിന്നിന് ഡ്രൈയിൽ നിന്ന് സെൻസിറ്റീവായി. അങ്ങനെ സ്കിന്ന് നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഡ്രൈ സ്കിന്നും സെൻസിറ്റീവ് ഒക്കെ ആയാൽ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെയാണ് സെൻസിറ്റീവുകാർക്ക് പ്രശ്നം. കാരണം എനിക്ക് അങ്ങനെ ഒന്നും അപ്ലൈ ചെയ്യാനോ ഒന്നും തേക്കാനോ, ഒരു ഭസ്മം തേച്ചാൽ പോലും എനിക്ക് ചൊറിയും. കാരണം ആ ഒരു അവസ്ഥയിലാണ്. ചന്ദനമാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് ചന്ദനമൊക്കെ അരച്ചതാണ് മാത്രമേ ഞാനൊരു പൊടി ഇപ്പം തേക്കത്തുള്ളൂ. സിന്ദൂരമൊക്കെ ആണെങ്കിൽ പറയണ്ട. കാരണം വെച്ചാൽ അതൊക്കെ ഫുൾ കെമിക്കലാണ്. അപ്പം നേരത്തെയൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇതൊക്കെ ഇവർ പറയുന്നതൊക്കെ ചുമ്മാതാണ്, അങ്ങനെ ചൊറിയത്തോ കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്, വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ എന്നാ ചെയ്യും, ഞാൻ ഈ പൊടിയൊക്കെ വാങ്ങിച്ച് തേക്കുമായിരുന്നു. പിന്നെ അല്ലാതെ ലിക്വിഡായിട്ടുള്ള സാധനങ്ങളില്ലേ, ലിക്വിഡ് സിന്ദൂർ, അതൊക്കെ മേടിച്ച് നിങ്ങളുടെ ഇതിലൊക്കെ തൊടുമായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് ചൊറിയാൻ തുടങ്ങി ഇവിടെ നല്ല രീതിയിൽ. എട്ടിൻ്റെ പണി കിട്ടി. പിന്നെ ഇപ്പം എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഈയിടെയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കുറേ നാൾ തൊട്ടതിന് ശേഷം. ഇപ്പം അത് ഭസ്മമൊക്കെയാണ് തൊടുമ്പോഴേ പണി കിട്ടുക. അപ്പം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ്, അതായത്
കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇതിലൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ എല്ലാം നോക്കിയും കണ്ടു, കാരണം നാച്ചുറലായിട്ട് ഒന്നുമില്ല. ഇപ്പം ചന്ദനമാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ വിശ്വസിക്കാം, കാരണം അതൊക്കെ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അരച്ചതാണെ മാത്രം. അതായത് കളപ്പം അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് തേച്ചാൽ ഇങ്ങനെയുള്ള സ്കിന്നുകാർക്ക് പണി കിട്ടും കേട്ടോ. അതുപോലെ എന്ത് കാര്യമാണേലും ഞാൻ പൗഡർ ആണെങ്കിലും നമുക്ക് അധികം കെമിക്കൽ ഇല്ലാതെ യൂസ് ചെയ്യണം. മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ആസിഡുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞു കേട്ടോ. പിന്നെ വിറ്റമിൻ സി ഒന്നും എനിക്ക് പറ്റത്തേ ഇല്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് സ്കിന്നിന്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. നിങ്ങളപ്പോൾ സേഫായിട്ട് നോക്കിയും കണ്ടും മാത്രം. ഇപ്പം ഞാൻ പറഞ്ഞാൽ പോലും, എൻ്റെ വീഡിയോസിനകത്താണെങ്കിൽ ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങളത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ എന്തായാലും ഉറപ്പായിട്ടും തന്നിരിക്കും. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക. എന്തെങ്കിലും സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ, അല്ലാതെ ചുമ്മാ ഒന്നും അല്ല കേട്ടോ. അപ്പം ഓക്കെ, ബൈ, ടേക്ക് കെയർ.